ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഷോർട്ട് ആയിരിക്കും. കാരണം ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പോലും വിചാരിച്ചിട്ടില്ല. കാരണം അത്രത്തോളം ടയർഡായിരുന്നു ഞാൻ ഇന്നത്തെ ദിവസം. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. രാവിലെ എഴുന്നേക്കാൻ വയ്യ. രാവിലെ ഞാനൊരു 11 മണിയായപ്പോഴാണ് ബെഡിൽ നിന്ന് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്ന് ഒട്ടും വയ്യായിരുന്നു. ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും എനിക്കിവിടെ വീട്ടിൽ ചെയ്യാൻ ഒരു പണി ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മയെല്ലാം ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് വയ്യെന്ന്. അപ്പോൾ തന്നെ അമ്മ എല്ലാ പരിപാടിയും ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ ചെയ്യുന്ന, പാത്രം കഴുകലോ അതൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ എല്ലാം ചെയ്തിട്ടാണ് രാവിലെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ പഴയ ടേബിളിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ എനിക്ക് പഠിക്കാനിരിക്കുമ്പോൾ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം ആ ഒരു സ്ഥലത്ത്. ലൈക്ക് എൻ്റെ തന്നെ ആക്കി മാറ്റണം എനിക്ക് ആ സ്ഥലം. അപ്പോൾ ഈ ടേബിളിൻ്റെ പുറത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് അവിടെ കൊണ്ടുവച്ചു. അപ്പം എനിക്ക് അവിടെ ഇരിക്കാനൊക്കെ ഒരു തോന്നലൊക്കെ വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ബുക്സാണ്. അപ്പോൾ ബുക്സ് അവിടെ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടെ ലൈക്ക് ഇരുന്ന് പഠിക്കാം എന്നുള്ള ഒരു മൈൻഡ് വരുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ഇരുന്നിട്ടൊന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം നേരം അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അക്കൗണ്ടൻസി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി എനിക്ക് അക്കൗണ്ടൻസി വലിയ താല്പര്യമില്ലെന്ന്. എന്നുവെച്ചാൽ അക്കൗണ്ടൻസി പഠിക്കാൻ പോലും എനിക്കുള്ളൊരു ഇതുണ്ടായിരുന്നില്ല എനിക്കിന്ന്. ലാസ്റ്റ് ഞാൻ അക്കൗണ്ടൻസി ഒക്കെ മാറ്റിയിട്ട് ബിസിനസ് എടുത്തു. എന്നിട്ട് ബിസിനസ് ഞാൻ കുറച്ച് നേരം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം പഠിത്തം എന്ന് പറഞ്ഞ സംഭവം തന്നെ വളരെ കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ കൂടുതൽ സമയം ഞാൻ റെസ്റ്റ് എടുക്കുക തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും നേരം ഞാൻ റെസ്റ്റ് എടുക്കുന്നത് എനിക്ക് വയ്യാണ്ട് വന്നിട്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും പഠിക്കാമെന്ന് വിചാരിച്ച് പഠിക്കാനിരുന്നത്. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ എക്സാംസ് ഒക്കെ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എൻ്റെത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ജൂലൈ സെക്കൻഡ് വീക്കിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് മിക്ക ടീച്ചേഴ്സിൻ്റെ അടുത്തും ഞങ്ങൾ ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ടെൻഷനും കൂടെ ആയിട്ടുണ്ട്. ഇനി എന്താകും ലൈക്ക് എക്സാം. ഞാൻ ക്ലാസ് ടെസ്റ്റൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പക്ഷേ അതുപോലെ ആയിരിക്കില്ലല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാം ഒക്കെ. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും, ഇനി എനിക്ക് മറ്റേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം കൂടുതൽ സമയം ഞാൻ റെസ്റ്റ് എടുക്കലും പിന്നെ ഇതിൻ്റെ എക്സാമിനെ പറ്റി ടെൻഷൻ അടിക്കലും ഒക്കെ ആയിരുന്നു. പക്ഷെ അത് പഠിക്കുന്നതുകൊണ്ട് അതും ഇല്ല. പിന്നെ ഇതൊക്കെ നേരത്തെ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതൊന്ന് റിവൈസ് ചെയ്തായിരുന്നു ഞാൻ. ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് ഒക്കെ ഞാൻ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വീണ്ടും ഇരുന്ന് റിവൈസ് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്നു. സ്കൂളിൽ പഠിപ്പിച്ചത് ടെക്സ്റ്റ് ഉള്ളതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്. അത് മാത്രമേ എന്തായാലും മാഡം ഞങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ടെക്സ്റ്റിലുള്ള ചിലതൊന്നും ഞങ്ങളുടെ നോട്ടിലില്ല. അപ്പോൾ മനസ്സിലായി അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് അല്ലെന്ന്. പിന്നെ രണ്ടും കൂടെ നോക്കിയിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ആദ്യമേ എല്ലാ ടെക്സ്റ്റുള്ള എല്ലാം പഠിക്കാം എന്ന രീതിയിൽ തന്നെ ആയിരുന്നു. പക്ഷേ ടെക്സ്റ്റുള്ളതും ചിലതൊന്നും നമ്മുടെ നോട്ടിൽ തന്നിട്ടില്ല. അങ്ങനെയായിരുന്നു നോക്കി ലൈക്ക് ഓരോ നോക്കിയിട്ടൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിലാണെങ്കിൽ ടെക്സ്റ്റിലാകെ ഇച്ചിരി ഉള്ളൂ. പക്ഷെ നോട്ട് അത്യാവശ്യം നല്ലപോലെ തന്നിട്ടുണ്ട്. നോട്ടാണ് ഞങ്ങൾ എക്കണോമിക്സ് ഞാൻ കൂടുതൽ നോക്കുന്നത്. ടെക്സ്റ്റ് ഫുള്ള് നോക്കും. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നത് എൻ്റെ നോട്ടിലായിരിക്കും, എക്കണോമിക്സിലൊക്കെ. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. അക്കൗണ്ടൻസിക്ക് ഞാൻ കുറച്ചും കൂടി നോട്ടിലാണ് കൊടുക്കുന്നത്. കാരണം മാഡം നോട്ട് നല്ല പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നോട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ഉള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് എക്കണോമിക്സ്. പക്ഷേ അക്കൗണ്ടൻസി അടച്ചു വെച്ചിട്ട് ബിസിനസ് എടുത്തുകൊണ്ട് വന്നു. ബിസിനസ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. ബിസിനസ്സും എക്കണോമിക്സും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം എനിക്ക് IP ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്, മനസ്സിലാക്കി വരുമ്പോഴേക്കും. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ അക്കൗണ്ടൻസി പഠിച്ചിട്ട് തലയ്ക്ക് ഒട്ടും കയറുന്നുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ വരുന്നത് അക്കൗണ്ടൻസി. ഞാൻ കൊമേഴ്സ് എടുത്ത സമയത്ത് തന്നെ ഫസ്റ്റ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ അക്കൗണ്ടൻസിയാണ്. അപ്പോഴൊന്നുമില്ലാത്ത പ്രശ്നമാണ് എനിക്കിപ്പോൾ വരുന്നത്. എന്താണെന്നറിയാൻ പാടില്ല. ഇതിൻ്റെ പ്ലാനറിലൊക്കെ എനിക്ക് ലൈക്ക് കംപ്ലീറ്റ് ചെയ്ത ടാസ്ക് ഒക്കെ ടിക്ക് ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.